എല്ലാവർക്കും ആദ്യമായി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ചതയ ദിനത്തിൽ നമുക്ക് നാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഗുരുദേവൻ നൽകിയിരിക്കുന്ന ഉപദേശങ്ങളിലൂടെ നാം സഞ്ചരിക്കുകയാണെങ്കിൽ ഈ കാലത്തിന് ഒത്ത സന്ദേശമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ. ഒരു സമാജത്തിന് എങ്ങനെയാണോ ഒരു സമൂഹത്തെ മുഴുവൻ നയിക്കുന്ന തരത്തില് ആ സമാജം എത്തിപ്പെടണമെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല വഴി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്ന വാക്യം തന്നെയാണ്. അപ്പോൾ നമ്മളെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാക്കുവാൻ ഗുരുദേവൻ നമുക്ക് ഉപദേശിച്ചു തന്ന എല്ലാ വഴികളും നമുക്ക് ഇവിടെ മുമ്പ് പ്രസംഗിച്ചവര് സൂചിപ്പിച്ചു. ഭാരതത്തിന്റെ ഋഷി പരമ്പരയുടെ ആർഷ പരമ്പരയുടെ അതേ വഴിയിലാണ് ഗുരുദേവൻ സഞ്ചരിച്ചത്. ഗുരുദേവന്റെ മതം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ, മതം എന്ന് പറഞ്ഞാൽ അല്പമാത്രം സംസ്കൃതം പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്ന് മാത്രമാണ് അർത്ഥം. മതം എന്ന് പറഞ്ഞാൽ റിലീജിയൻ എന്നൊരു അർത്ഥമല്ല അതിന്. നമ്മൾ ഇംഗ്ലീഷ് ഡിക്ഷണറി നോക്കി ഇന്ന് പഠിക്കുന്നത് കൊണ്ട് മതം എന്ന് കേട്ടാൽ നമ്മൾ ഉടനെ വിചാരിക്കുന്നത് റിലീജിയൻ എന്നാണ്. പല വാക്കുകളും അതുപോലെ മാറിപ്പോയി. ധർമ്മം, ശ്രീനാരായണ ധർമ്മം എന്ന് വെച്ചാൽ നമുക്കറിയില്ല എന്താണ് ധർമ്മം, അല്ലെ? ഗുരുദേവന്റെ ധർമ്മം ഗുരുദേവന്റെ ജീവിതമാണ്, ജീവിത ശൈലിയാണ് ഗുരുദേവന്റെ ധർമ്മം. അപ്പൊ ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഭാരതീയ ഋഷി പരമ്പരയിലൂടെ നാം ഗുരുദേവനിലൂടെ സഞ്ചരിക്കണം. ഗുരുദേവനെ മനസ്സിലാക്കുവാൻ ഏറ്റവും നല്ല വഴി ഗുരുദേവ കൃതികളിലൂടെയുള്ള സഞ്ചാരമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ദൈവദശകമാണ്. ഇപ്പോ അമ്മമാരിവിടെ ചൊല്ലി ദൈവദശകം. നമ്മളുടെ സ്വാഗത പ്രസംഗികൻ സൂചിപ്പിച്ചു, നമ്മളുടെ എല്ലാ വീട്ടിലെയും കുട്ടികൾ വളരെ അത്യാവശ്യമായി പഠിച്ചിരിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ദൈവ ദശകം. നമ്മൾ തന്നെ ചിന്തിക്കണം. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലെ നമ്മളുടെ കുട്ടികൾക്ക്, വളർന്നു വരുന്ന തലമുറയിലെ കുട്ടികൾക്ക് എല്ലാവർക്കും ദൈവദശകം അറിയുമോ? അറിയില്ലെങ്കിൽ ആ ദൈവദശകം പഠിക്കുന്നതിനുള്ള ഒരു സംവിധാനം നമുക്ക് ഇവിടെ ഏർപ്പെടുത്താനായിട്ട് സാധിക്കും, അല്ലെ? അതിലെ ഓരോ ശ്ലോകങ്ങളും എത്രമാത്രം ആഴത്തിലാണ് ഗുരുദേവൻ ഓരോ ശ്ലോകങ്ങളും അതിൽ രചിച്ചിരിക്കുന്നത്. ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. എത്ര ഭംഗിയായിട്ടാണ് അതിൽ അടക്കി വച്ചിരിക്കുന്നത് എല്ലാ കൃതികളും, അല്ലെ? ഒരു മനുഷ്യന് അവന്റെ ഉള്ളിലുണ്ടാകേണ്ട അനുകമ്പ നിങ്ങളെല്ലാവരും കേട്ടിരിക്കുമില്ലേ? അനുകമ്പ ദശകം. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത്ത ചിന്തയും. ഒരു പീഡ ഒരു ദുഃഖം നമ്മളുടെ കൂടെ പിറപ്പുകൾക്ക്, നമ്മളുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഒരു ദുഃഖവും നമ്മളാൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. അപ്പൊ നമ്മളുടെ കൂടെ ജീവിക്കുന്നവരെങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള കമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത്ത ചിന്തയും. എല്ലാ സമയവും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ആ ഭഗവാനെ കുറിച്ചുള്ള ചിന്തയും, മറ്റാരെയും ഉപദ്രവിക്കരുത് എന്നുള്ള, ആർക്കും എന്നാൽ ഒരു ദുഃഖവും ഉണ്ടാകരുതെന്നുള്ള ഈ രണ്ട് ചിന്തകളും നമ്മൾ നമ്മുടെ ഉള്ളിൽ വളർത്തുകയാണെങ്കിൽ
നമ്മളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടായിത്തീരും. നമ്മുടെ ഓരോ മനുഷ്യരുടെയും ജീവിതം കൊണ്ട് നാം വിചാരിക്കേണ്ടത് എന്താണ്? എനിക്കും എൻ്റെ സമാജത്തിനും എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകും. അല്ലാതെ ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് നമുക്ക് എന്താണ് പ്രയോജനം? ഒരു മനുഷ്യജന്മം കിട്ടിയാൽ വളരെയധികം ജന്മങ്ങൾക്ക് ശേഷം ജന്മാന്തരം ചെയ്ത പുണ്യം കൊണ്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മനുഷ്യജന്മം നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ട് നമ്മളുടെ സഹജീവികൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ സമാജത്തിന് അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ മനുഷ്യനാണ് എന്ന് തന്നെ പറയാനായിട്ട് സാധ്യമല്ല. അപ്പൊ മനുഷ്യനായാൽ ആദ്യമായിട്ട് ഉണ്ടാവേണ്ടത് എന്താണ്? മനുഷ്യത്വം. അല്ലെ, 3 കാര്യങ്ങളാണ് വളരെ കഷ്ടമായിട്ടുള്ളത്: മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയ. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് നേടേണ്ടത്. മനുഷ്യത്വം എന്ന് വെച്ചാൽ എന്താ? ത്വം എന്ന് വെച്ചാൽ എന്താ സംഭവം? മൃഗത്വം എന്ന് കേട്ടിട്ടില്ലേ? സിംഹത്വം എന്ന് വെച്ചാൽ എന്താ? മൃഗത്വം എന്ന് വെച്ചാൽ എന്താ? മൃഗത്തിന്റെ സ്വഭാവം. അപ്പൊ മനുഷ്യത്വം എന്ന് വെച്ചാൽ എന്താ ഉണ്ടാവേണ്ടത്? മനുഷ്യന്റെ സ്വഭാവം ഉണ്ടാവണം. നമുക്ക് മനുഷ്യന്റെ രൂപം മാത്രം ഉണ്ടായാൽ പോരാ. മനുഷ്യനായി ജനിച്ചാൽ നമുക്ക് മനുഷ്യന്റെ സ്വഭാവം ഉണ്ടാകണം. എങ്ങനെയാണ് നമുക്ക് മനുഷ്യന്റെ സ്വഭാവം കിട്ടുക? മനുഷ്യന്റെ സ്വഭാവം കിട്ടുന്നത് നമ്മളുടെ വിദ്യാഭ്യാസത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത്, വിദ്യ കൊണ്ട് വിമുക്തരാകുവിൻ. വിമുക്തരാകുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സ്വാതന്ത്ര്യം പ്രാപിക്കുക. നമ്മളുടെ ഈ ലോകത്തിന് നമ്മളുടെ വളർച്ച ഉണ്ടാകേണ്ടത് എങ്ങനെയാണ്? വിദ്യ കൊണ്ടാണ് നമ്മൾ വിമുക്തരാകേണ്ടത്. വിദ്യ എന്ന് പറഞ്ഞാൽ പഠനം. നമ്മൾ എത്ര കണ്ട് പഠിക്കുന്നുവോ, നമ്മൾ എത്ര കണ്ട് ശാസ്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നുവോ, എത്ര കണ്ട് നമ്മളുടെ ഗ്രന്ഥങ്ങള് നമ്മൾ മനസ്സിലാക്കുന്നുവോ, അത്ര കണ്ട് നമുക്ക് വളർച്ചയുണ്ടാവും. ഈ പട്ടയപ്പാടം, ഈ പരിസരത്ത് നമ്മളുടെ ആർഷ ഗ്രന്ഥങ്ങളെ മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരുപാട് പ്രയത്നങ്ങൾ നിങ്ങൾ എല്ലാവരും വളരെ കൂട്ടായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? കഴിഞ്ഞ 1 മാസം മുൻപാണ് നമ്മൾ എല്ലാ വീടുകളിലും എന്താ ആചരിച്ചത്? രാമായണ മാസം, അല്ലെ? എത്ര നല്ല കാര്യമാണെന്ന് നോക്കൂ. ഒരു ചെറിയ ഗ്രാമത്തിലെ പല വീടുകളിലും ഒരു 100 പേരുടെ അടുത്ത് നമ്മൾ എല്ലാവരും കൂടി സന്ധ്യാനേരത്ത് ഒരു വീട്ടിൽ കൂടി നമ്മൾ രാമായണം വായിക്കുകയാണ്. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയിലായിരുന്നിട്ട് പോലും, സംസ്കൃതത്തിലായിരുന്നിട്ട് പോലും നമ്മളുടെ ഗ്രാമത്തിലെ ഒരുപാട് പേര് ഒന്നിച്ചിരുന്ന് ഇന്ന് രാമായണം വായിക്കാൻ പഠിച്ചു. എങ്ങനെയാ പഠിച്ചത്? നമ്മളെല്ലാവരും കൂടി കൂട്ടായ ഒരു പ്രയത്നത്തിൽ നമ്മൾ വായിക്കാൻ തുടങ്ങി. വായിച്ച് ഇപ്പൊ എല്ലാവർക്കും ഒരുവിധം രാമായണം വായിക്കാനായിട്ട് അറിയാം. ആ രാമായണത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് നമുക്കെല്ലാം നമ്മളുടെ സമാജത്തിലെ എല്ലാ വീടുകളിലേക്കും നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ നമ്മളുടെ എല്ലാ ഗ്രന്ഥങ്ങളെ കുറിച്ചും നമുക്ക് ഒരു പരിജ്ഞാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. അപ്പൊ അതിന് തുടർച്ചയായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വിദ്യ കൊണ്ട് വിമുക്തരാകണമെങ്കിൽ, വിദ്യ കൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യത്തെ പ്രാപിക്കണമെങ്കിൽ ശരിയായ വിദ്യ നമ്മൾ നേടണം. 2 വിദ്യയാണുള്ളത്, പരാവിദ്യയും അപരാവിദ്യയും. പരാവിദ്യ കൊണ്ടും അപരാവിദ്യ കൊണ്ടും ജീവിതത്തിനെ അതിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഉയർത്താനുള്ള എല്ലാ വഴികളുമാണ് നമ്മൾ എന്തിലൂടെ നേടേണ്ടത്? ഈ സംഘടനയിലൂടെ നമ്മൾ നേടേണ്ടത്. സംഘടന എന്ന് വെച്ചാൽ നമ്മൾ സംഘടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗുരുദേവൻ പറഞ്ഞു, സംഘേ ശക്തി കലൗ യുഗേ. വാക്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ കലിയുഗത്തില്
ഏറ്റവും ശക്തമായിട്ടുള്ളത്, ഇത് കലിയുഗമാണല്ലോ, കലിയുഗത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത് എന്താണ്? സംഘടനയാണ്, സംഘമാണ്. നമ്മൾ ഒന്നിച്ചു കൂടി ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. നമ്മൾ ഒറ്റയായിട്ട് തിരിഞ്ഞ്, അല്ലെ, നമ്മളുടെ സമാജത്തിനൊക്കെ പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം അതല്ലേ. നമ്മൾ ഒരു സ്ഥലത്തും നമ്മൾ സംഘടിക്കാൻ തയ്യാറല്ല. നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് പോകാനാണ്, അമീബയെ പോലെ ഇങ്ങനെ വേറെ 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 ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനാണ് നമുക്ക് താല്പര്യം. അപ്പോ ആ ചെറിയ ചെറിയ ചില ചിന്താഗതികളാണ് നമ്മളെ പിരിച്ചു നിർത്തുന്നത്. അപ്പൊ ഗുരുദേവൻ എന്താ പറഞ്ഞത്? അതിൽ നിന്ന് മാറി വിശാലമായ ഒരു തലത്തില് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു കേന്ദ്രം, അതാണ് നമ്മൾ ഇവിടെ എല്ലാവരും കൂടി പടുത്തുയർത്താനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രാമത്തിന്റെ മുഴുവൻ, ഈ സ്ഥലത്തിന്റെ മുഴുവൻ ഒരു കേന്ദ്രമായിട്ട് തീരണം നമ്മളുടെ ഈ സ്ഥലം. എന്തിന്റെ കേന്ദ്രമായിട്ട് തീരണം? എന്താണ് ഗുരുദേവൻ പറഞ്ഞത്? ഇങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? പഠിക്കണം, അല്ലെ? നമ്മള് ഓരോ ഗ്രന്ഥങ്ങളായിട്ടെടുത്ത് നമ്മളുടെ ധർമ്മത്തെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിക്കണം. നമ്മളുടെ സമാജത്തിലെ ഓരോരുത്തരും, പ്രത്യേകിച്ച് യുവാക്കളും യുവതികളും, ഇവിടെ തന്നെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു, അല്ലെ, എത്ര കുറവാണ് കുട്ടികൾ എന്ന് നോക്കൂ, അല്ലെ? കുട്ടികളല്ലേ ഇങ്ങനത്തെ പരിപാടികളിൽ അധികമായിട്ട് പങ്കെടുക്കേണ്ടത്. അപ്പൊ ആ കുട്ടികളെ നമുക്ക് നമ്മളുടെ സമാജത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റു പല സമാജങ്ങളുടെയും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റു പല സമാജങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ. അവരുടെ മതത്തെ കുറിച്ച് പഠിക്കാൻ, അവരുടെ ധർമ്മത്തെ കുറിച്ച് പഠിക്കാൻ, അവരുടെ ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിക്കാൻ അവർക്കെല്ലാവർക്കും താല്പര്യമാണ്, അല്ലെ? ആ സമാജത്തിലെ കുട്ടികൾക്കെല്ലാം അതിന് സമയവുമുണ്ട്. നമ്മളുടെ കുട്ടികൾക്കോ ഒന്നും പഠിക്കാൻ നമ്മളുടെ കുട്ടികൾക്ക് സമയമില്ല. എന്തുകൊണ്ടാണ് അവർക്ക് സമയം കണ്ടെത്താൻ സാധിക്കാത്തത്? നമ്മൾ ആ വഴിക്ക് കുട്ടികളെ നയിക്കണം. ധർമ്മത്തെക്കുറിച്ച്, നമ്മളുടെ ധർമ്മത്തെക്കുറിച്ച്, നമ്മളുടെ ഗ്രന്ഥങ്ങളെ കുറിച്ച് അവർ അറിയണം. അവരറിഞ്ഞ് അവരുടെ ജീവിതത്തിൽ അത് വേണമോ വേണ്ടയോ എന്ന് അവർ നിശ്ചയിക്കട്ടെ. പക്ഷെ അത് അറിയാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ടാകണം നമ്മളുടെ ഇതുപോലത്തെ സംഘടനകളെല്ലാം പ്രവർത്തിക്കുന്നത്. അതിനാണ് ഗുരുദേവൻ പ്രയത്നിച്ചതും, അല്ലെ? ഗുരുദേവൻ ഓരോ ഗ്രാമങ്ങളിലും ഇതുപോലത്തെ ഓരോ സ്ഥാനങ്ങള്, ഓരോ വിദ്യാസ്ഥാനങ്ങള് അദ്ദേഹം ഉണ്ടാക്കി. ആ വിദ്യാസ്ഥാനങ്ങളിലെല്ലാം നിങ്ങൾ നോക്കിയാൽ കാണാം, ഗുരുദേവൻ ആരംഭിച്ച അധികം വിദ്യാലയങ്ങളും സംസ്കൃത വിദ്യാലയങ്ങളായിരുന്നു. നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഗുരുദേവൻ ആരംഭിച്ച എല്ലാ സ്ഥലങ്ങളിലും വൈദ്യശാസ്ത്രം പഠിപ്പിച്ചിരുന്നു. വൈദ്യശാസ്ത്രവും കേരളത്തിൻ്റെതായ തനത് ചികിത്സാ രീതിയും ഇവിടത്തെ സംസ്കൃത ഗ്രന്ഥങ്ങളും എല്ലാം പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളായിരുന്നു ഗുരുദേവൻ ആരംഭിച്ച ഒരുവിധം എല്ലാ വിദ്യാലയങ്ങളും. ഏത് വിദ്യാലയങ്ങൾ വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോളൂ. ഗുരുദേവന്റെ കാലത്ത് ആരംഭിച്ച എല്ലാ വിദ്യാലയങ്ങളിലും അന്ന് ഒരു സമാജത്തെ മുഴുവൻ സംസ്കൃതത്തിൽ നിന്നും ഈ സംസ്കാരത്തിലൂടെ ജീവിക്കുന്നതിൽ നിന്നുമെല്ലാം അകറ്റി നിർത്തിയിരുന്ന ഒരു കാലമാണ്. ആ കാലത്ത് പോലും ഗുരുദേവന്റെ ആ ധിഷണാശക്തിക്ക് മുന്നില് നമ്മളുടെ ധർമ്മത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി, നമ്മളുടെ ധാർമ്മികമായ കാര്യങ്ങളെ ജീവിതത്തില് അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ഗുരുദേവൻ ആരംഭിച്ച എല്ലാ വിദ്യാലയങ്ങളിലും സംസ്കൃതം എന്ന ഭാഷ വളരെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളായിരുന്നു. ഇന്നും നിങ്ങൾ നോക്കിക്കോളൂ, ഇന്നും കേരളത്തില് ഇത്രയും നന്നായിട്ട് ഈ ഭാഷ പഠിക്കുന്നതും ഈ ഭാഷ നിലനിൽക്കുന്നതും ഗുരുദേവൻ ആരംഭിച്ച
വിദ്യാലയങ്ങളിലൂടെയാണ്. ആത്മോപദേശ ശതകം എന്ന ഗുരുദേവന്റെ 100 ശ്ലോകങ്ങൾ അടങ്ങുന്ന, ശതകം എന്ന് പറഞ്ഞാൽ 100 എന്നർത്ഥം, ഈ 100 ഉപദേശങ്ങൾ അടങ്ങുന്ന ഒരു പദ്യമുണ്ട്. അത് പഠിച്ചാൽ നമുക്കറിയാം എത്ര കണ്ട് മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇറങ്ങി അവന്റെ ഉള്ളിലുള്ള പരമാത്മാവിനെ എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. എത്ര പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിലെ പകർത്തി നമുക്കെല്ലാവർക്കും നമ്മളുടെ ജീവിതം സന്തോഷപ്രദമാക്കുവാൻ പറ്റുന്ന തരത്തിൽ എത്ര ഭംഗിയായിട്ടാണ് ആത്മോപദേശ ശതകത്തിലെ ഓരോ വാക്യങ്ങളും എഴുതിയിരിക്കുന്നത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. വേറെ എവിടെയെങ്കിലും കാണാൻ സാധിക്കും ഇത്രയും നല്ലൊരു ഉപദേശം? നമ്മൾ ആത്മസുഖത്തിന് ആചരിക്കുന്നത്, ആത്മസുഖം എന്ന് വെച്ചാൽ എന്താ? നമ്മളുടെ സന്തോഷം, അല്ലെ? നമ്മളുടെ സംതൃപ്തി, നമ്മളുടെ ആനന്ദം. അതെന്ത് വേണം? അപരന് സുഖത്തിനായി വരേണം. ഇത്രയും നല്ല ഉപദേശം വീട്ടിലിരുന്ന് മറ്റെല്ലാവർക്കും ശല്യം ഉണ്ടാകുന്ന തരത്തില് ഒച്ചയുണ്ടാക്കുന്നതാണോ പ്രാർത്ഥന? അതല്ല പ്രാർത്ഥന. പ്രാർത്ഥന ഉള്ളിൽ നിന്നാണ് വരേണ്ടത്, അല്ലെ? ആ പ്രാർത്ഥന ഉള്ളിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ, നമ്മളുടെ ആത്മസുഖത്തിന് വേണ്ടി നാം ആചരിക്കുന്ന ഓരോ പ്രക്രിയകളും അപരന്, വേറെ ഒരുത്തന് എന്ത് വേണം? സുഖത്തിനായി വരേണം. എത്ര ഭംഗിയായിട്ടാണ് ഓരോ വാക്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. എല്ലാ വാക്യങ്ങളും അതുപോലെയാണ്. ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ച് അറിയാൻ സാധിക്കുന്ന തരത്തില്, മനസ്സിലാകുന്ന തരത്തിലാണ് ഗുരുദേവൻ നമുക്ക് പറഞ്ഞു വന്നിരിക്കുന്നത്. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ടൊരൽപ്പനേരം അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ടുപോലെ തോന്നും. ശുദ്ധ വേദാന്ത തത്വങ്ങളാണ് ഈ പറയുന്നത്, അല്ലെ? പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക്, പര ഞാൻ പറഞ്ഞു തുടക്കത്തിലെ, പരാവിദ്യ അപരാവിദ്യ എന്ന് 2 തരത്തിലുള്ള വിദ്യകൾ. ആ പരയെ കുറിച്ച് അറിഞ്ഞ മനുഷ്യർക്ക്, പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ടൊരൽപ്പനേരം, 10,000 വർഷങ്ങള് ഇങ്ങനെ നീണ്ട് ഇരിക്കുന്ന സമയത്തും അവരെ സംബന്ധിച്ച് അവർക്ക് അതൊരു അല്പനേരമായിട്ട് തോന്നും. നമുക്ക് തന്നെ അനുഭവിച്ചറിയാം. നമുക്ക് ദുഃഖമുള്ള സമയമാണെന്ന് വിചാരിക്കും. നമുക്ക് നമ്മുടെ മനസ്സിൽ വളരെയധികം ദുഃഖം ഉള്ള സമയത്ത് സമയം പെട്ടെന്ന് പോകുമോ? സമയം പെട്ടെന്ന് പോവുകയില്ല, അല്ലെ? സമയം വളരെ പതുക്കെ സഞ്ചരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷെ സമയം പതുക്കെയാണോ സഞ്ചരിക്കുന്നത്? സമയം പതുക്കെയല്ല സഞ്ചരിക്കുന്നത്, നമ്മളുടെ വിചാരമാണ്, അല്ലെ? നമ്മളുടെ ഉള്ളില് നമുക്ക് ആ വിദ്യ ഇല്ലാത്തത് കൊണ്ട് എന്താണ്? പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ടൊരൽപ്പനേരം. ഈ അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ, അറിവ്, നമ്മളുടെ ജ്ഞാനം അപരപ്രകൃതിക്ക്, പരയല്ല അപരപ്രകൃതിക്ക് അധീനമായാൽ എന്തുണ്ടാവും? അരനൊടി എന്ന് വെച്ചാൽ എന്താർത്ഥം? ഇങ്ങനെ കാണിക്കുന്ന ഒരു സമയം. അവർക്ക് ഈ സമയം ഒരു പ്രശ്നമേ അല്ല. അപ്പൊ സമയം എന്നുള്ള ആ ചിന്ത എവിടെ നിലകൊള്ളുന്നത്? നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് നിലകൊള്ളുന്നത്, അല്ലെ? ദുഃഖം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് സമയം മുന്നോട്ട് പോകാത്തത് പോലെ തോന്നും. മനസ്സിനുള്ളില് സന്തോഷമാണെങ്കിലോ പെട്ടെന്ന് സമയം പോകുന്നത് പോലെ തോന്നും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? നമ്മളുടെ ഉള്ളിൽ എപ്പോഴും എന്തുണ്ടാവണം? സന്തോഷം ഉണ്ടാവണം, ആനന്ദം ഉണ്ടാകണം, സംതൃപ്തി ഉണ്ടാവണം. ഈ മനസ്സില് ഉള്ളിൽ ആനന്ദം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമുക്കുള്ളിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ദർശനം മുഴുവൻ ഭാവാത്മക ദർശനമായിട്ട് മാറണം. പോസിറ്റീവ് ചിന്തന ഉണ്ടാവണം നമുക്ക് ആദ്യമായിട്ട്. നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലെ ആൾക്കാരുടെ ഒരു സ്വഭാവമാണ്, അല്ലെ? എല്ലാത്തിനും എങ്ങനെ ചിന്തിക്കുക?
ഒരു നെഗറ്റീവ് ചിന്തനാണ് എല്ലാത്തിനും വിപരീതം. എല്ലാ സ്ഥലങ്ങളിലും വിപരീതമായ ചിന്തനം വന്നാൽ നമ്മളുടെ ദർശനം എന്തായിട്ട് മാറും? നമ്മൾ കാണുന്നതൊക്കെ നമുക്ക് വിപരീതമായിട്ട് തോന്നും. ഒരു ഭാവാത്മക ദർശനമില്ലെങ്കിൽ, ഒരു അഭാവാത്മക ദർശനം മാത്രമാണ് നമ്മൾ വളർത്തുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ സമാജത്തിന് ഒരിക്കലും വളരാനായിട്ട് സാധ്യമല്ല. എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെയല്ല വേണ്ടത്. മറ്റുള്ളവരിൽ നന്മ കാണാനായിട്ട് പഠിക്കുക. മറ്റുള്ളവരിൽ നന്മ കാണാനായിട്ട് പഠിക്കുമ്പോൾ സത്യത്തിൽ എവിടെയാണ് നന്മ ഉണ്ടാകുന്നത്? നമുക്കുള്ളിൽ തന്നെയാണ് നന്മ ഉണ്ടാകുന്നത്. നമ്മൾ എവിടെ നിന്നാണ് ഇത് പഠിക്കേണ്ടത്? നമ്മളുടെ വീട്ടിൽ നിന്ന് പഠിക്കണം, അല്ലെ? നമ്മളുടെ വീട്ടിലുള്ളവര് അവരുടെ സംഭാഷണത്തില്, അവരുടെ പ്രവൃത്തിയില്, വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ അയൽപക്കത്തുള്ളവര്, പിന്നെയോ നമുക്ക് ചുറ്റുമുള്ളവര്. അപ്പൊ ഒരു സംഘടനയാവുമ്പോഴോ ഒരു കൂട്ടം ആളുകൾ, ഇപ്പൊ നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഒത്തുകൂടി. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ എന്തായിട്ട് കാണണം? അത് നല്ലതിന് എന്ന് കാണാൻ തുടങ്ങുമ്പോ നമുക്ക് എല്ലാവർക്കും ഇവിടെ വരാനായിട്ട് എന്തുണ്ടാവും? ഒരു സന്തോഷം ഉണ്ടാവും. അതാണ് വിദ്യ കൊണ്ട് ഉണ്ടാകേണ്ടത്. വിദ്യ കൊണ്ട് നമ്മളെ വികാസത്തെയാണ് പ്രാപിക്കേണ്ടത്. വിദ്യ കൊണ്ട് സങ്കോചിച്ച് പോവുകയല്ല വേണ്ടത്. വിദ്യ കൊണ്ട് ഹൃദയം വിശാലമാക്കുകയാണ് വേണ്ടത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും നമ്മളുടെ ഉള്ളിൽ സ്ഥാനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത്തരത്തില് ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നില്ലേ? നാരായണ ഗുരുദേവൻ ഈശാവാസ്യ ഉപനിഷത്തിന് നല്ല ഭംഗിയായി മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഉപനിഷത്തൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നതു കൊണ്ടു നീ ചരിക്കമുക്തനായ ശിക്കരുതാരുടെയും ധനം. നല്ല മലയാളത്തിലല്ല എഴുതിയിരിക്കുന്നത്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത മാകൃതഃ കസ്യ സിദ്ധനം. അതാണ് അതിന്റെ സംസ്കൃതം. അതിന് മലയാളത്തിൽ ഗുരുദേവൻ എഴുതിയാണ് ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നതു കൊണ്ടു നീ ചരിക്കമുക്തനായ ശിക്കരുതാരുടെയും ധനം അല്ലെങ്കിൽ അന്ത്യം വരെയും. എന്താ പറയുന്നത്? ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാൻ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ചരിക്കുക, സഞ്ചരിക്കുക, പ്രവർത്തിക്കുക, ചലിക്കുക. എങ്ങനെ ചലിക്കേണ്ടത്? മുക്തനായിട്ട് എന്ന് വെച്ചാൽ എന്താ? സ്ഥാനങ്ങളിൽ ആഗ്രഹമില്ലാതെ, ചെറിയ ചെറിയ സ്ഥാനങ്ങൾക്ക് വേണ്ടി കലഹിക്കാതെ. പിന്നെയോ അങ്ങനെയല്ലേ? ചെറിയ ഒരു സംഘടന ഉണ്ടാവുന്നതിന് മുമ്പ് അതിന്റെ പ്രസിഡന്റ്, അതിന്റെ സെക്രട്ടറി, പിന്നെ കോശാധ്യക്ഷൻ, അല്ലെ? ഇങ്ങനെ പല പല കലഹങ്ങളാണ്. കലഹത്തിനാണ് അധികം വഴികൾ. അപ്പൊ അങ്ങനെ ഇല്ലാതെ വളരെ ചെറിയ മനസ്സുകൾക്ക് ഉടമയാകാതെ നമ്മളുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ ആവാസസ്ഥാനമായിട്ട് മാറ്റുക. അതാണ് ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നതു കൊണ്ടു നീ ചരിക്കമുക്തനായ ശിക്കരുതാരുടെയും ധനം അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ്ങസംഗനായി ഇരിക്കുക. ഇതല്ലാതില്ലൊന്നും നരനു ചെയ്തിടാൻ. മനുഷ്യൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുന്നത്? അവനവന് കിട്ടിയ കർമ്മങ്ങള്, അല്ലെ? നമ്മളെല്ലാവരും ഓരോ കർമ്മത്തിന് അധിഷ്ഠിതമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് കർമ്മമാണോ നമുക്ക് ചെയ്യേണ്ടത്, ആ കർമ്മങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ കണ്ട് നമുക്ക് കിട്ടിയ കർമ്മങ്ങളെ സന്തോഷത്തോടുകൂടി നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം സന്തോഷപൂർണമായിട്ട് മാറും. ഇത്രയും ഗഹനമായ ഉപനിഷത്ത് തത്വങ്ങളെ നല്ല മലയാള ഭാഷയില് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള അനേകം കൃതികള് ഗുരുദേവൻ രചിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഈ സ്ഥാപനങ്ങള്
ഗുരുദേവ കൃതികൾ പഠിക്കുന്നതിനുള്ള ഒരു സ്ഥലമായിട്ട് മാറണം. നമ്മളുടെ സമാജത്തിലെ എല്ലാവരും ഗുരുദേവ കൃതികളെ അഭ്യസിക്കണം. എന്താണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് എന്നറിയാൻ ഏറ്റവും നല്ല വഴി മറ്റുള്ളവർ പറഞ്ഞത് കേൾക്കേണ്ട ആവശ്യമില്ല. ഗുരുദേവൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. ഗുരുദേവന്റെ കൃതികളിലൂടെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലെ? ഇന്നത്തെ ഈ സാഹചര്യത്തില് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഋഷി തുല്യനായിട്ടുള്ള ഒരു ആചാര്യനാണ് ഗുരുദേവൻ. പലരും ഗുരുദേവനെ പല സ്ഥലങ്ങളിൽ തളച്ചിടുകയാണ്, അല്ലെ? ശരിക്കും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യരാശിയെക്കുറിച്ചും മനുഷ്യന്റെ ജീവിത സങ്കല്പങ്ങളെക്കുറിച്ചും ഉപനിഷത്തുക്കളെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും എല്ലാം ഇത്രയും അഗാധമായി പഠിച്ച് അനുഭവ തലത്തില് നമുക്കെല്ലാം വ്യാഖ്യാനിച്ചു തന്നിട്ടുള്ള ഒരു ഋഷി ഇത്രയും അടുത്ത ഒരു കാലത്ത് 171 വർഷങ്ങൾക്ക് മുൻപ് നമ്മളുടെ കൂടെ ജീവിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ദർശനങ്ങള് നമ്മളുടെ സമാജത്തിന് എങ്ങനെയും അത് വളർച്ചയ്ക്ക് മാത്രം ഉതകുന്നതാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മളുടെ സമാജം വളരണമെങ്കിൽ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണമെങ്കിൽ, സംഘടന കൊണ്ട് ശക്തരാകണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഗുരുദേവ കൃതികളെല്ലാം നമ്മൾ അഭ്യസിക്കണം. നമ്മൾ മാത്രമല്ല അഭ്യസിക്കേണ്ടത്, നമ്മളുടെ വീട്ടിലെ കുട്ടികളെ ഇത് പഠിപ്പിക്കണം. ദൈവദശകം അറിയാത്ത ഒരു കുട്ടി പോലും നമ്മളുടെ ഈ പരിസരത്ത് ഉണ്ടാകാനായിട്ട് പാടില്ല. ഹിന്ദു ധർമ്മത്തില് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രാർത്ഥനയായിട്ട് അംഗീകരിച്ചിട്ടുള്ള പ്രാർത്ഥന ഏതാണെന്ന് അറിയാമോ? ദൈവദശകമാണ്. ഈ ഭാരതത്തിലെ മുഴുവൻ ഹിന്ദുക്കളുടെയും പ്രാർത്ഥനയായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് ഗുരുദേവൻ രചിച്ച ദൈവദശകമാണ്. അത്രയും നല്ല ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന മാത്രമല്ല, എല്ലാ ഗുരുദേവ ഗ്രന്ഥങ്ങളും അഭ്യസിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് പരിശ്രമിക്കണം. അടുത്ത വർഷത്തെ നമ്മളുടെ ജയന്തി ആഘോഷങ്ങളുടെ ഒരു ഭാഗമായിട്ട് തീരണം ഗുരുദേവ കൃതികളുടെ പാരായണം. ഗുരുദേവ കൃതി ദൈവദശകം മാത്രമല്ല, മറ്റെല്ലാ ചെറിയ ചെറിയ കൃതികളും, ഒരുപാട് കൃതികൾ ഗുരുദേവൻ എഴുതിയിട്ടുണ്ട്. എല്ലാ ഭഗവാന്മാരുടെയും അഷ്ടകങ്ങൾ എഴുതിയിട്ടുണ്ട്, പഞ്ചകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗണപതിയുടെ, സുബ്രഹ്മണ്യന്റെ, എല്ലാ ദേവന്മാരുടെയും പഞ്ചകങ്ങൾ എല്ലാം വളരെ ഭംഗിയായി സുന്ദരമായ മലയാള ഭാഷയില് വൃത്തങ്ങൾ അനുസരിച്ച് നല്ല ഭംഗിയായി എഴുതിയ, ചിട്ടപ്പെടുത്തിയ ഇഷ്ടം പോലെ കവിതകൾ. പിന്നെ ദർശനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ദർശനങ്ങൾ നമുക്ക് ഗുരുദേവൻ തന്നിട്ടുണ്ട്. ഇതുപോലത്തെ എല്ലാ സംഘടനകളും ഗുരുദേവന്റെ കൃതികളെ പഠിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ട് മാറണം. ഈ നാട്ടിലെ, ഈ ഗ്രാമത്തിലെ എല്ലാ അമ്മമാരോടും ഇവിടുത്തെ മറ്റെല്ലാവരോടും എനിക്കുള്ള ഒരു അപേക്ഷയാണ്, ഒരു വർഷത്തില് ഏതെങ്കിലും ഒരു ഗുരുദേവ കൃതിയില് നമുക്ക് ഇവിടെ വച്ചിട്ട് ഒരു മത്സരം നടത്താം. അപ്പൊ എല്ലാ കുട്ടികളും അതിൽ പങ്കെടുക്കുന്ന അങ്ങനെ ഒരു നല്ല ഒരു പഠനത്തിന്റെ ഒരു വഴി നമുക്ക് ഈ ശാഖയിൽ നിന്നും തുടങ്ങാനായിട്ട് സാധിക്കണം. ഈ പട്ടേപ്പാടത്ത് നിന്നും ഗുരുദേവ കൃതികളുടെ അത്തരത്തിലുള്ള ഒരു അധ്യയനവും സമഗ്ര കേരളത്തിന് മാത്രമല്ല, സമഗ്ര ഭാരതത്തിന് മാത്രമല്ല, ഈ വിശ്വത്തില് നാരായണ ഗുരുദേവന്റെ പേരിൽ അറിയപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ ഗ്രാമവും ഈ ഗ്രാമത്തിലെ അമ്മമാരും ഈ ഗ്രാമത്തിന്റെ മക്കളും ഈ ഗുരുദേവ കൃതിയിലൂടെ അറിയപ്പെടാനായിട്ട് ഇടവരട്ടെ. അതിന് ഗുരുദേവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്
ഞാൻ ചുരുക്കുന്നു. നമസ്തേ.